ഹായ് ഗായ്സ്, നമ്മുടെ മുഖത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ല ബ്രൈറ്റ് ആൻഡ് ഗ്ലോയിങ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ടിപ്സുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. ഞാൻ ഈ പറയുന്ന രീതിക്ക് നിങ്ങൾ ഒരു തവണ ഉപയോഗിച്ച് നോക്കൂ. തീർച്ചയായും നിങ്ങൾ ഈ ഒരു വീഡിയോ തേടി വന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, അത്രയ്ക്കും സൂപ്പർ ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്കിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ കണ്ണിന് ചുറ്റുണ്ടാകുന്ന കറുപ്പായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഡാർക്ക് സ്പോട്ട് എന്തുമായിക്കോട്ടെ, നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് മാത്രം മതി കേട്ടോ. കൂടാതെ ചിലർക്ക് സൺ ടാൻ്റെ പ്രശ്നം ഉണ്ടാവും. ആ സൺ ടാൻ നമുക്ക് റിമൂവ് ആവാനായിട്ട് ഇൻസ്റ്റൻ്റ്ലി നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് വെറും 3 കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്കിത് എങ്ങനെ ചെയ്തെടുത്തു എന്നുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ പൗഡറാണ് കേട്ടോ, നമ്മുടെ ലിക്വറൈസിൻ്റെ പൗഡർ. ഇത് നമുക്ക് പച്ചമരുന്ന് കടയിൽ നിന്നും അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ സൈറ്റിൽ നിന്നും മേടിക്കാൻ കിട്ടും. അപ്പോൾ നല്ല രീതിക്കുള്ള ആ ഒരു ലിക്വറൈസ് പൗഡർ തന്നെ മേടിച്ച് ഉപയോഗിക്കാം. നമ്മൾ ഫേസിലേക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ട് നോക്കി മേടിക്കുക കേട്ടോ. അത് ഞാനിവിടെ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫേസിലേക്ക് ആവശ്യമായിട്ടുള്ളത് മതി കേട്ടോ. നമുക്കിത് ഫേസിലേക്കും കഴുത്തിലേക്കും കയ്യിലൊക്കെ ഉപയോഗിക്കാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണോളം എടുക്കുന്നുണ്ട് ഫേസിലേക്ക് ആയതുകൊണ്ട്. പിന്നെ അതേ ആ ഒരു ടീസ്പൂണിൽ തന്നെ മുൾട്ടാണിയും ഇട്ടിയാണ് കേട്ടോ. രണ്ടും ഏകദേശം സെയിം കളറായിരിക്കും, അപ്പം മാറിപ്പോണ്ട. ഒന്ന് നമ്മുടെ ലിക്വറൈസ് പൗഡറും പിന്നെ ഒരെണ്ണം മുൾട്ടാണി മിറ്റിയുടെ പൗഡറാണ്. അതും ഞാൻ സെയിം ആയിട്ട് ഓരോരോ ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാക്ക് മിക്സ് ആക്കാനായിട്ട് തൈര് വേണമെങ്കിൽ തൈര് ഒഴിക്കാം, അല്ലെങ്കിൽ പാൽ ഒഴിക്കാം, റോസ് വാട്ടർ ഒഴിക്കാം. അതൊക്കെ നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ ഒരു ടൈപ്പ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഞാനിവിടെ തൈരാണ് എടുക്കുന്നത്. തൈര് ഇതിലേക്ക് മിക്സ് ആക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള തൈര് ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് അങ്ങ് മിക്സ് ആക്കി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പാക്ക് റെഡി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു പാക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മുൾട്ടാണി വിട്ട് ചേരാത്ത വ്യക്തികളുണ്ടാവാം, അവർക്ക് ഇതിനകത്തേക്ക് ചേർക്കാൻ പറ്റിയിട്ടൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ പീൽ പൗഡർ ഇല്ലേ, ഓറഞ്ച് പീൽ പൗഡർ അല്ലെങ്കിൽ ലെമണിൻ്റെ പീൽ പൗഡർ, ഇതിലേതെങ്കിലും രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു പീലിൻ്റെ പൗഡർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഈ രീതിക്ക്, അതായത് മുൾട്ടാണി വിട്ട് ചേരാത്തവർ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി. അല്ലാത്തവർ നിർബന്ധമായിട്ടും ഈ ഒരു മുൾട്ടാണി മിൽറ്റ് തന്നെ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളിത് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ഫേസിലേക്ക് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിലും കയ്യിലും കഴുത്തിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു 10-15 മിനിറ്റ് മതിയാവും. 15-20 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കിത് ഒന്ന് ഡ്രൈ ആയി തുടങ്ങും കേട്ടോ. ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് നനച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചെറിയ രീതിക്കൊന്ന് മസാജൊക്കെ ചെയ്തിട്ട് അങ്ങ് കഴുകി കളയാം. നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം. നമ്മൾ എപ്പോഴും പാക്ക് ഇടുന്ന സമയത്ത് മാക്സിമം തുടച്ചെടുത്ത് കളഞ്ഞതിന് ശേഷം വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 തവണയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പാക്ക് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കുക കേട്ടോ. ഇപ്പോൾ ഇത് ഇന്ന് ഉണ്ടാക്കിയിട്ട് കുറച്ച് ബാക്കി വന്ന് നമ്മൾ ഫ്രിഡ്ജിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് നാളെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് ഉപയോഗിച്ച് തീർക്കുക, എടുത്ത് വെച്ച് ഉപയോഗിക്കാതെ ഇരിക്കുക കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ആ രീതിക്ക് ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും. നിങ്ങളുടെ ഫേസിലുണ്ടാവുന്ന കറുത്ത പാടുകളും ആ കുത്തുകളൊക്കെ ആയിക്കോട്ടെ, അതെല്ലാം റിമൂവ് ആയി നിങ്ങളുടെ സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടും അതുപോലെ ബ്രൈറ്റ് ആൻഡ് ഗ്ലോയിങ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.